ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റി. നേരെ പൊക്കോ. നേരെ പൊക്കി മലത്തിട്ട്. റിപ്പീറ്റ് ചെയ്തില്ലേ? ನಮ್ಗೆ ಈ ಕಾರ್ ಓಡುತ್ತಾ ಇಲ್ವಾ ಅನ್ನೋದೇ ಡೌಟ್. അപ്പൊ നമ്മള് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് രക്ഷിത് ഷെട്ടി രശ്മിക മന്ദാന കോംബോയില് വന്ന കിറിക് പാർട്ടി മൂവിയുടെ അടുത്ത സീനാണ്. കഴിഞ്ഞ ഒരു ഇൻട്രോ സീനും കഴിഞ്ഞു, ഒരു സോങ്ങും കഴിഞ്ഞു. മെയിനായിട്ട് ഒരു വില്ലൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു സീനിയറിന്റെ ഇൻട്രോ. പക്ഷെ അത് ഫണ്ണി ഇൻട്രോ തന്നെയായിരുന്നു. സീനിയർ വരുമ്പോൾ തന്നെ ആ ഒരു ഫേസിൽ തന്നെ ഭയങ്കര ഒരു കോമഡി സംഭവം. ആ ഒരു ഡയലോഗ് ഡെലിവറി, കൗണ്ടർ ഡയലോഗിലൊക്കെ ഫുൾ കോമഡി സംഭവം തന്നെയാണ്. ഫുൾ ത്രൂ ഔട്ട് ആ ഒരു കോളേജ് വൈബ് തന്നെയാണ്. ശരിക്കും നമ്മളെ ആ ഒരു വേൾഡ് ഓഫ് ക്രിക് പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ആ ഒരു 6 പേരടങ്ങുന്ന ഒരു ഗ്യാങ്, ആ ഗ്യാങ്ങിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോഴും മറ്റേ സീനിയേഴ്സിന്റെ ഒരു ഗ്യാങ്, ആ ഒരു സംഭവമാണ് ഉള്ളത്. അപ്പൊ അതിനുശേഷം എന്താ പ്രത്യേകിച്ച് ആ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. റിവെഞ്ച്, ഒരാൾ അടിച്ചല്ല, റിവെഞ്ച് ഒക്കെ എടുക്കാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ലവ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയായിട്ട്. അഭിമാനികളെ ആ പവർ കാണിക്കാൻ പോകുന്നു. റിവെഞ്ച് വേണ്ടേ? ആളാണ് ഡ്രസ്സൊക്കെ ഫുള്ളൊരു മറ്റേ ക്ലാസി. കിളി ശബ്ദം. ബോഡി ലാംഗ്വേജ് ഓക്കെ ഇല്ലല്ലോ, ഇവരുടെ ഗ്യാങ് തന്നെയാണ്. ഇത് പെർഫെക്റ്റ് പ്ലാൻ ആണ്. റിവെഞ്ച് എടുക്കണ്ടേ? ഒരു സിനിമാറ്റിക് മോഡ്. രക്ഷിത് ഷെട്ടിയുടെ ലുക്ക് കേട്ടോ, പറയണ്ട. ആ ഒരു കോളേജ് ലുക്കില്, പക്ക കോളേജ് ലുക്ക് അല്ലേ? ആ പ്രത്യേകിച്ച് മീശയും താടിയൊക്കെ അടിച്ചോണ്ട് പണി കട്ട. അവരത്രയും പേരുള്ളൂ, പക്ഷെ സ്റ്റിൽ ആളുകളുണ്ട് അവിടെ. ഓ മാസ് മറ്റേ മറ്റേ ബാറ്റും സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആയുധം. യുദ്ധോ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റി. നേരെ പൊക്കോ. നേരെ പൊക്കി മലത്തിട്ട്. മലത്തടിച്ചല്ലോ. അല്ല, ദാറ്റ്സ് എ ബ്രില്യൻസ് ആക്ച്വലി അല്ലേ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കൊടുത്തത്. അത്ര ഇന്റൻസ്. അയ്യോ, സംതിങ് ഈസ് ഹാപ്പനിങ്. എന്തോ ഒരു സാധനം അത് അടിക്കുന്നതും കൂടി കാണിക്കണം ഒരേ സമയം. ശരിക്കും അതൊരു ക്ലീഷ ഒഴിവാക്കിയാണ് അല്ലേ? ക്ലീഷ ഒഴിവാക്കിയാണ്. ഇത് കഴിഞ്ഞ് കാണിക്കണ്ടല്ലോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അഗെയിൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് നിന്നിട്ട് ദാറ്റ് വിൽ ബി ക്ലീഷ. ഇത് ഓൾറെഡി ഡൺ അവിടെ. ഇതാണ് സംഭവം. സ്ലോ മോഷനിൽ എടുത്ത് വെച്ചേക്കുന്നു. അത് മ്യൂസിക് ആണെങ്കിൽ വേറെ ടൈപ്പ്, ഒരു റൊമാൻറ്റിക് ടൈപ്പ് ഒക്കെ മ്യൂസിക്. റൊമാൻറ്റിക് അല്ല, ഒരു ലോസ്റ്റ് ക്ലാസി. അവർക്ക് കൂടുതൽ പരിക്ക് കിട്ടിയത്. ഇപ്രാവശ്യം പ്ലാൻഡ് അല്ലേ അടിക്കണം എന്നുള്ള. നെയിംസ് ഒക്കെ
സസ്പെൻഡ് ആയവര്. You are suspended. Only these people are. ആ മറ്റവരെ നല്ല ഹോൾഡ് ഉള്ളവരാണോ? ചെലപ്പോ അതല്ല ഇങ്ങനെ നിക്കണത്. സോങ് ആണ്. സസ്പെൻഡ് നോട്ടീസ്. ಆ ಸಸ್ಪೆಂಡ್ ಆಗಿರೋ 6 ಜನ ನೀವೇನಾ? ഓ കാറ്. ಅಪ್ಪ ನನ್ನ ಮಂಜ ನನಗೆ ಹೆಸರು ಬೇಕಿತ್ತು. ಯಾಕೋ ಲೇಟ್ ಮಿಷನ್ ತಗೋಬೇಕಿತ್ತು. ಹೌದಪ್ಪ, ನಾನು ಕ್ವಶನ್ ಪೇಪರ್ ಫಿಲ್ ಮಾಡಿಸಿ ಮಾರಾಟ ಅಂತಿದ್ದೀನಿ. 10,000 ಹಾಕಿದ್ರೆ ಸಾಕು, ಒಳ್ಳೆ ಬಿಸ್ನೆಸ್. ವೆರಿ ಗುಡ್ ಕಂದ, ನಾಳೆ ದುಡ್ಡು ಕಳಿಸ್. ಅಷ್ಟು ಮೈ ಡ್ಯಾಡಿ ಸ್ಕೂಲ್. ಏನ್ ಕೆಲಸ ಮಾಡ್ತಾರೆ ನಿಮ್ಮಪ್ಪ? ಫಿಲ್ಮ್ ಇಂಡಸ್ಟ್ರಿ. ಬಾಲ್ಕನಿ ₹100, ಬಾಲ್ಕನಿ ಫಿಲ್ಮ್ ಇಂಡಸ್ಟ್ರಿ. ಬ್ಲಾಕ್ 50,000. ಹೆಂಗೋ ಇದನ್ನ ಏನ್ ಮಾಡೋದು? ರಿವೈಸ್ ಫೀಸು, ಟ್ಯೂಷನ್ ಫೀಸು, ಎಲೆಕ್ಟ್ರಿಸಿಟಿ ಬಿಲ್ಲು, ಕ್ಯಾಂಟೀನ್ ಬಿಲ್ಲು ಎಲ್ಲ ಜಾಸ್ತಿ ಆಗಿದೆ. ವಾಟರ್ ಬಿಲ್ಲು, ಪ್ರಿಂಟ್ ಹಾಕ್ಬೇಕು. ഓ കാറ് ಚೀಪ್ ಕಾಸ್. ചീപ്പ് കാർ. 80,000. അച്യുത് കുമാർ ആണത് ഫോട്ടോ സൈഡില്. ಇನ್ನು 30,000 ಬೇಕು. ഉണ്ടായിരുന്നോ? ರಾಮ ಸೇತುವೆ ಇಂದು ನಾನು ಪುನಃ ಕಟ್ಟುವೆ. ಮಚ್ಚ ನೀರೇ ಇಲ್ವಲ್ಲ? ಸೇತುವೆ ಕಟ್ಟಕ್ಕೆ ನೀರು ಹಾಕೋಬೇಕು. ಬ್ಯೂಟಿಫುಲ್ ಪಾಯಿಂಟ್. സംഭവം കാറ് വാങ്ങിയാൽ മതി അവർക്ക്. ಒಳ್ಳೆ ಕಾರ್. അച്യുത് കുമാർ. ಕೊಡ್ತಾ ಇದ್ದೀರಾ? ಯಾಕೇನಾದ್ರು ಪ್ರಾಬ್ಲಮ್ ಇದೆಯಾ? ಎಂತ ಸಹ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಇದು ನಮ್ಮಲ್ಲಿಗೆ ರಿಪೇರಿಗೆ ಬಂದ ಗಾಡಿ. ಗಾಡಿ ರೆಡಿ ಇದೆ ಮನೆ. 80,000 ಕೊಟ್ಟು ತೆಗೆದು ಹೋಗುವಂತ ಓನರಿಗೆ ಫೋನ್ ಮಾಡಿದ್ರೆ, ಹೋಗಯ್ಯೋ ಅಷ್ಟೆಲ್ಲ ಕೊಟ್ರೆ ಹೊಸ ಗಾಡಿನೇ ಬರ್ತದೆ, ಈ ಗಾಡಿ ನೀನೇ ಇಟ್ಕೊಂತ. ವಾಯ್ಸ್ ಮಾಡ್ಯುಲೇಷನ್. ಹೋಗಯ್ಯೋ ಕೊಟ್ರೆ ಹೊಸ ಗಾಡಿನೇ ಬರ್ತದೆ, ಈ ಗಾಡಿ ನೀನೇ ಇಟ್ಕೊಂತ. റിപ്പീറ്റ് ചെയ്തില്ലേ? 50,000 ಇರುವುದಾ ಅಂತ ಡೌಟ್. ನಮ್ಗೆ ಈ ಕಾರ್ ಓಡುತ್ತಾ ಇಲ್ವಾ ಅನ್ನೋದೇ ಡೌಟ್. ಮುಂದೆ 30,000 ಬ್ಯಾಲೆನ್ಸ್ ಕೊಡುವಾಗ ಸೇಫ್ ಇಡಬೇಡಿ, ಆಯ್ತಾ? ಬೈದ ಬೈ, ಮೊನ್ನೆ ನಿಮ್ ಕಾಲೇಜಲ್ಲಿ 6 ಜನ ಸಸ್ಪೆಂಡ್ ಆದಲ್ಲ, ഇവിടെ അറിഞ്ഞത് ಇದೆಯಾ? ഓ കഥയാണെന്ന് ഇരിക്കാമോ? സംഭവം ഫീൽ ഗുഡ് ജോണറ പിടിക്കാണ് മാക്സിമം പാട്ടിടുമ്പോ. ಮಗ ಡ್ರಾಪ್ ಇವತ್ತೇ ಕೊಡೋಣ, ಗ್ಯಾರಂಟಿ. ಯಾರೇ ಹೋಗುದು ಡ್ರಾಪ್ ಮಾಡೋಕೆ? ഓ ನಾವಿದ್ದು ഡ്രോപ്പ് ചെയ്യാൻ സാൻവിയാണ് ലക്ഷ്യം. രശ്മിക. ഓക്കെ 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 ഓക്കെ. 3 പേർക്കും പോവാന്ന്. ആദ്യം നമുക്ക് 2 പേർക്കും പോവാം. ഡ്രോപ്പ് ചെയ്യാൻ കാറില്. ಮಿಸ್, ಲಾಸ್ಟ್ 2 ಬೆಂಚ್ ಇದೆಯಲ್ಲ, ಅದು ನನ್ ಕಡೆ. ನೀವ್ ಯಾಕೆ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಾ? ನಿಮಗೆ ಕನ್ನಡ ಬರಲ್ವಾ? ಬರುತ್ತೆ. ಈಗ ತಪ್ಪು ಮಾಡಿದ್ರೆ ತಿದ್ದೋಣ ಅಂತ. ಗುಡ್ ಕಾಸ್. ಮಿಸ್, ಸೇಮ್ ಕಾಸ್ ಕಾಸ್. ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀವಿ. When you have to ask someone how are you with respect, you ask ಹೇಗಿದ್ದೀರಾ. And when you have to reply, ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀನಿ. you say ಚೆನ್ನಾಗಿದ್ದೀನಿ. Ma'am, Call me Sanvi. Sanvi. Karna bought a new car. How do you say in Kannada? ಓ ಕರ್ಣ ಬಾಟ್ ಎ ನ್ಯೂ ಕಾರ್. ಕರ್ಣ ಹೊಸ ಕಾರು ಖರೀದಿ ಮಾಡಿದ್ದಾನೆ. ಹೌದು, ಹೊಸ ಕಾರ್ ಮೊನ್ನೆ ತಗೊಂಡೆ 2 days ಆಯ್ತು. ವೈಯರ್ಟಲ್ಲಿ ಒಂದಿಷ್ಟು ಹೊರಿಯ പറഞ്ഞു വെച്ചതോ? Sanvi, Yes. Karna bought a new car. He can drop me home anytime. So, ഓ you also know. During- Giving her ideas, okay? ಕರ್ಣ ಹೊಸ ಕಾರು ಖರೀದಿ ಮಾಡಿದ್ದಾನೆ. ಅವ್ನು ಯಾವಾಗ ಬೇಕಾದ್ರೂ ನನ್ನನ್ನು ಮನೆಗೆ ಬಿಡಬಹುದು. ಮಾಡ ಸರ್, ಡ್ರಾಪ್ ತಾನೆ ಮಾಡ. അങ്ങനെ ആക്കി. ಕರ್ಣ, ಪ್ಲೀಸ್ ಗೆಟ್ ಔಟ್. ಸಾನ್ವಿ,
Please, get out. ಬರ್ತೀರೇನ್ರು? ആരും വരുന്നില്ല. Out. ചിരിച്ചു മയക്കാൻ നോക്കി അവിടെ ക്യൂട്ട് ചിരി. ಸಾನ್ವಿ, ನಮ್ಮವರೆಲ್ಲ ಬೇಜಾರ್ ಮಾಡ್ಕೋತಾರೆ. ಎಲ್ರನ್ನೂ ಕರ್ಕೊಂಡು ಹೋಗ್ರಿ. ಎಲ್ಲರೂ ಕರ್ಕೊಂಡು ಹೋದ್ರೆ ಕ್ಲಾಸ್ ಖಾಲಿ ಆಗಲ್ವಾ? ಆ ಎರಡು ಬೆಂಚ್ ಕಳ್ಸಿ ಸಾಕು. എന്റെ ബെഞ്ചൊക്കെ അവിടെ ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയത്. ಕೊನೆಗೂ ನಾವು ಯಾರು ತಗೊಂಡಿರೋ ವಿಷಯ ಹೇಳಾಯ್ತು. ನಾವಲ್ಲ, ನೀನ್ ತಗೊಂಡಿರೋ ವಿಷಯ ಹೇಳಾಯ್ತು. ನಿಜವಾಗ್ಲೂ ಬಿಡೋನು? ಸೋಡಾ ಹಾಕು ಅಂತ ತಳ್ಳಿದ್ದು. ಹೇಳು. ಹೇಳ್ತೀನಿರ ಮಗ, ಸೋಡಾ ಹಾಕೋ. ಹಾ, ಸೋಡ. ಅದೆಲ್ಲ ಕಣ, ಕಾರ್ ವಿಷಯ. ಕಾರ್ ವಿಷಯ ಹೇಳು. ಕಾರ್ ಮುಂಜಾ കാർ കറക്റ്റ് പക്കത്തിൽ നോക്കുമ്പോ അവിടെ ഒളിപ്പിച്ചു നോക്കൂ ഇനി. ഇല്ല കാര്യം നോക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ കറക്റ്റ് വെറുതെ വിഷയം മാറ്റുന്നതാണ്. രക്ഷിച്ചിട്ട് ഭയങ്കര സാധനതാ അതിന്റെ ഇടയില്. ಬಾರು ಕೂತ್ಕೊಳ್ಳೋ, ಯಾಕೋ ನಿಂತೇ ಇದೆಯಾ? ಹೇಳ್ತೇನು ಕರ್ಣ, ಸಾನ್ವಿ ನಮ್ಗಿಂತ 3 ವರ್ಷ ದೊಡ್ಡೋಳು, ವರ್ಕೌಟ್ ಆಗುತ್ತೆ ಅಂತೀಯಾ? 3 3 ವರ್ಷ ಬಿಟ್ರೆ ನಂದು ಅಷ್ಟೇ ಏಜ್ ಆಗಲ್ವಾ? ಬ್ಯೂಟಿಫುಲ್ ಪಾಯಿಂಟ್. ಆಗ ನನಗೂ ಅಷ್ಟೇ ಏಜ್ ಆಗಿರುತ್ತೆ. 3 വർഷം കഴിയുമ്പോ നമുക്കും ആ ഏജ് ആവില്ലേ? ಹಲೋ ಹಲೋ, ನಾ ಗೌಸು. ಹಲೋ ಸರ್, ಹೇಗಿದ್ದೀರಾ? ಏನ್ ಬೆಳಿಗ್ಗೆ ಮಿಸ್ ಕಾಲ್ ಕೊಡ್ತಾನೆ ಇದ್ದೀರಾ? ಹಾಗೆ ಫೋನ್ ರಿಸೀವ್ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಮಿಸ್ ಕಾಲ್. ಗಾಡಿ ಅಮೌಂಟ್ ఎంత ಆಯ್ತು? ಗಾಡಿ 30. ബാക്കി ಗಾಡಿ ಕರೆಕ್ಟ್ ಆಗಿ ಹಲೋ ಹಲೋ, ಸರ್ ನಾ ಎಲ್ಲಿದ್ದೆ? ಅಮೌಂಟ್ ಕೊಡೋದು. ಹಾ, ಅದು ರೆಡಿ ಇದೆ ಸರ್. ನೀವು ಬರ್ತಾ ಇದ್ದಂಗೆ ಕೊಡ್ತಾ ಇರೋದು. ಕೊಡೋದಯ್ಯ? ಹೌದು. ಹಾಗೆ ಬರ್ಬೇಕಾದ್ರೆ ಒಂದ್ 6 ಬಿಯರ್, ಒಂದ್ 2 ಪ್ಯಾಕೆಟ್ ಮಿಶ್ರ ತಗೋ. ಪೆಟ್ರೋಲ್ ಬಂದ ಎತ್ತಿಟ್ಟಿದ್ಯಲ್ವ? ಮತ್ತೆ ಪೆಟ್ರೋಲ್ಗೆ ನಮ್ದು ಡೀಸೆಲ್ ಗಾಡಿ, ಮತ್ತೆ ಪೆಟ್ರೋಲ್ ಬೇಕಾಗಲ್ಲ. ಬ್ಯೂಟಿಫುಲ್ ಪಾಯಿಂಟ್. അവിടെ നാളെ സംസാരിക്കുന്നുണ്ട്. ಇಷ್ಟೊಂದು ಬಿಯರ್ಗೆಲ್ಲ ಹಣ ಯಾರು ಕೊಡುದು? ನಾವು ಕೊಡ್ತೀವಿ, ಎಲ್ಲ ಸೇರ್ಸ್ಕೊಡ್ತೀವಿ. ನೀವು ಬನ್ನಿ ಸರ್. ಕರೆಕ್ಟ್ ಪತ್ತಾಗಿದೆ. ಹೌದಾ? ಅಲ್ಲ, ನಾನೇ ಲೆಕ್ಕ ಹಾಕಿ ನೋಡ್ದೆ. ಅಳತೆ ಕರೆಕ್ಟ್ ಆಗಿಲ್ಲ ಅದಲ್ವಾ, ಅವಾಗ್ಲೇ ಏನು ಹೇಳ್ತಿದ್ಯಲ್ವಾ? ಅದಾ ಮಜ. ಗಾಡಿ ಕರೆಕ್ಟ್ ಆಗಿ ಪಾಕಾಗಿದೆ ನೋಡ್ಕೊಂಬಾರ. ಎಲ್ಲ ಸರಿ, ನಾನೇ ಹೋಗ್ಬೇಕು. ಅದೇ ಗಾಡಿ ಕರೆಕ್ಟ್ ಆಗಿ ಪಾಕಾಗಿದೆ ನೋಡಕ್ಕೆ. ಸರಿ. ಹಾ, ಲ್ಯಾಪ್ಟಾಪ್ ಬಂತು. 3 ವರ್ಷ വെറുതെ ಸಾನ್ವಿನ 3 ವರ್ಷ ದೊಡ್ಡವಳು ಇರ್ತಾಳಲ್ಲ. ಕರೆಕ್ಟ್ ಅಲ್ವಾ? 3 ವರ್ಷ ತಾನೆ, ಹೆಂಗೋ ಅಡ್ಜಸ್ಟ್ ಆಗ್ತದೆ ಬಿಡು. ഏതാടെ നിർത്താൻ നമുക്ക്. ആ ഒരു മോഡലിൽ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഇങ്ങനെ അൺഎൻഡായിട്ട് പോകുന്ന ഒരു ഫീലാണ്. സോ ദർ ഇസ് നോ ഫുൾ സ്റ്റോപ്പ് എനിവേർ. അങ്ങനെ ആ ഒരു ഫീൽ ഗുഡിൽ തന്നെയാണ്. ഇനിയിപ്പോ ഒരു ട്രാക്ക് മാറ്റം എന്തെങ്കിലും ഉണ്ടാവും. പക്ക ഒരു നമ്മൾ എന്റർടൈൻമെന്റ് മോഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അച്യുത് കുമാറിന്റെ ക്യാരക്ടർ വന്നത് നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറീസ്, പ്രത്യേകിച്ച് ആ ഒരു ഫോൺ കോൾ നല്ല രസമായിരുന്നല്ലേ? വിളിച്ച സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അതായത് എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിന്റെ ഏജും എല്ലാ സംഭവങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു സീരിയസ്നെസ് ഇല്ലായ്മയും ഭയങ്കര ഒരു കൂൾ ആറ്റിറ്റ്യൂഡും, പിന്നെ പ്രത്യേകിച്ച് ആ ഒരു കോളേജ് ലൈഫ് ഒരു മാക്സിമം അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം, ബ്ലാസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ. പ്രത്യേകിച്ച് ആ ഡയലോഗ് ഡെലിവറി ഒക്കെ മറ്റേ സംഭവമില്ല. അതായത് 3 വർഷം മൂത്താണെന്ന് പറയുമ്പോ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് അതേ വയസ്സാവില്ലേ? അങ്ങനത്തെ കുറെ അവര് തോന്നല്ലേ ചൈൽഡിഷ് ആയിട്ടുള്ള കുറെ ഡയലോഗ്സും. പക്ഷെ മേക്കിംഗ് സ്റ്റൈൽ സൂപ്പർബാണ്. കാരണം വെച്ചാൽ ആ ഒരു സീനിനെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ ഒരു സോങ്ങിന്റെ സംഭവം കൊണ്ടുവരിക, പിന്നെ അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു രക്ഷയില്ല. മാക്സിമം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമില് അറ്റ് ദാറ്റ് ടൈം ഇഫ് യു വുഡ് ഹാവ് വാച്ച്ഡ് മച്ച് മോർ ആ ഒരു ഫീല് കിട്ടിയേനെ. ബിക്കോസ് റൈറ്റ് നൗ വി ഹാവ് സീൻ മെനി മൂവീസ് ലൈക്ക് ഇങ്ങനത്തെ ആ ഒരു വെറൈറ്റി ഉള്ള മൂവീസ് കുറെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതിന്റെ ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ ആസ്വാദനത്തില്. അതർ ദാൻ ദാറ്റ് എനിക്ക് ദാറ്റ്സ് വാട്ട് ഐ വാസ് ഫീലിംഗ് ഇഫ് ഐ വുഡ് ഹാവ് വാച്ച്ഡ് അറ്റ് ദാറ്റ് എറ. പക്ക എന്റർടൈൻമെന്റ്, ഫ്രഷ് ഒരു വേറൊരു ഫീൽ തന്നെയായിരിക്കും, ഒരു ഡിഫറെന്റ് അറ്റം. ബട്ട് ഇറ്റ് വാസ് ഇൻ പക്ഷെ നമ്മളെ കേട്ടിട്ടുണ്ട് ശരിക്കും. ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന സമയത്തൊക്കെ കേട്ടിരുന്നു. പുലിമുരുകനൊക്കെ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ പോകുന്ന സമയത്ത് അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുറത്ത്. ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്
എന്നുള്ളതും പിന്നെ ഇവിടെയുള്ള നമ്മളെ കൊളീഗ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹിറ്റ് ആണ് എനിക്ക് തോന്നുന്നു പക്ഷെ അതൊരു പാൻ ഇന്ത്യ കോൺസെപ്റ്റ് ഇല്ല, ആ ഇവിടെ ടൈമിൽ മാത്രം. ഇല്ലാത്തത് കൊണ്ടിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കർണാടകയിലുള്ള ബാംഗ്ലൂർ മല്ലൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണക്ട് ആയി സിനിമയാണ് തോന്നുന്നു അല്ലെ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ. ചിലപ്പോ അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ രക്ഷീഷ് ഷെട്ടിയുടെ പടങ്ങളൊക്കെ ഇവൻ മലയാളം. മലയാളത്തിൽ അവൻ ശ്രീമൻ നാരായണ നാരായണ. ആ പടങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഏകദേശം അല്ലു അർജുന്റെ പടം എങ്ങനെ വരുന്ന ആ ഒരു ഫീലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തുടർന്ന് എനിക്ക് ശരിക്കും കാണണമെന്നുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ഈ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കാണാൻ തോന്നുന്ന ഒരു മൂവിയും കൂടിയാണ്. എവിടെയും ഒരു കട്ട് ചെയ്യാനായിട്ട് ശരിക്കും തോന്നുന്നില്ല, പക്ഷെ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ സീനാവും. Yes. അപ്പൊ അതുകൊണ്ട് അടുത്ത സീനിൽ കാണാം.